മിനിസ്റ്റർ, പൊയ്ക്കാം. ഒരിക്കലും ഇങ്ങോട്ട് വരരുതായിരുന്നു. ഞാനിപ്പോ രാഷ്ട്രീയ നേതാവ് സിദ്ധാർത്ഥനല്ല, കൊലയാളിയാണ്, റിമാൻഡ് തടവുകാരനാണ്, പ്രതി. അങ്ങനെ ഒരാളെ കാണാൻ മന്ത്രി ജയിലിൽ വരാൻ പാടില്ലായിരുന്നു. സിദ്ധാർത്ഥൻ സാറിനെ ലോകം മുഴുവൻ കുറ്റവാളിയായി കണ്ടാലും എനിക്കെങ്ങനെ കാണാൻ കഴിയില്ല സർ. സാറിനെ ജയിൽ വന്ന് വെറുതെ കണ്ടാൽ മാത്രം പോരാ, കാലിൽ തൊട്ട് തൊഴുക കൂടി വേണം. ഏയ്, മിനിസ്റ്റർ എന്താ ഈ പറയുന്നത്? എന്റെ കുഞ്ഞിന്റെ രക്ഷകനാണ് സർ. അപവാദങ്ങളൊക്കെ സ്വയം ഏറ്റുവാങ്ങി എന്റെ ഉദരത്തിൽ ജനിച്ച ജീവനെ വളർത്തി വലുതാക്കിയ ആളാ സാറ്. ഉറങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി സർ. കണ്ണടച്ച മുന്നേ വരുന്നത് ഞാൻ കാരണം ജയിലായി പോയ സാറിന്റെ രൂപ. മേരി തോമസ് എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ജയിലിലായതിന് മേരി തോമസ് ഒരിക്കലും ഉത്തരവാദിയല്ല. ജയിലായതിന് ഞാനൊരു ഉത്തരവാദി ആയിരിക്കില്ല. പക്ഷെ ഇപ്പോഴും സാറ് ജയിലിൽ തുടരുന്നതിന് കാരണക്കാരി ഞാൻ തന്നെയാണ്. എന്റെ ഭീരുത്വ ലോകത്തോട് ഞാൻ വിളിച്ചു പറയേണ്ടതായിരുന്നില്ലേ? ഞാൻ പ്രസവിച്ച കുഞ്ഞാണ് തനുജ് എന്ന്. ഏയ് മിനിസ്റ്റർ, ആ രീതിയിലൊന്നും ചിന്തിക്കണ്ട. എന്നെ മറന്നേക്ക്. എന്റെ വിധി കോടതി തീരുമാനിക്കും. തനുജയുടെ കാര്യത്തിൽ മേരി തോമസിന്റെ മനസാക്ഷി എന്താണോ പറയുന്നത് അതുപോലെ ചെയ്. ഇനി അതിലൊന്നും ഞാനൊരു അഭിപ്രായവും പറയുന്നില്ല. പക്ഷേ എന്നെക്കുറിച്ചോ എന്റെ കുടുംബത്തെക്കുറിച്ചോ ഒരു കുറ്റബോധവും വേണ്ട. വിധി എന്തിലും നമുക്ക് സമാധാനിക്കാൻ ആ ഒരു പ്രതിഭാസത്തിന്റെ പേര് പറഞ്ഞാൽ മതിയല്ലോ. എന്നെ ഇവിടെ എത്തിച്ചത് വിധിയാണ്, മേരി തോമസ് അല്ല. സിദ്ധാർത്ഥൻ സാറിനെ കുടുംബത്തെയും ഞാൻ ഒരു വിധിക്കും വിട്ടുകൊടുക്കില്ല. സാറിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യും. വേണ്ട മേരി തോമസ്, ഈ വാക്കുകളും എന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും തന്നെ ധാരാളം. മേരി തോമസ് സിദ്ധാർത്ഥന്റെ കുടുംബത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ആളാ മേരി തോമസ്. അപ്പോ അവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. സാറും കുടുംബവും കൂടി ഉൾപ്പെട്ടതാ ഈ പൊതുജനം. ഒക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനതൊക്കെ ചെയ്യും. മുൻപ് പ്രഭാവതി മാഡം നന്ദനെ കണ്ടുപിടിക്കുന്ന കാര്യത്തിലും ദേവികയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്ന കാര്യത്തിലും ഒക്കെ സഹായം ചോദിച്ചു വന്നിരുന്നുവെങ്കിലും അന്നൊന്നും എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ദേവികയെ വിട്ടയക്കാൻ വേണ്ടി ഇടപെട്ടെങ്കിലും താമസിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ശരിയും തെറ്റും ചിന്തിച്ച് ഒന്നിലും എത്താതെ നിൽക്കില്ല. എന്റെ കടമകളിൽ നിന്ന് ഞാൻ ഒളിച്ചോടിയതാ സിദ്ധാർത്ഥൻ സാറിന്റെ ജീവിതം ഈ രീതിയിലാവാൻ കാരണം. കൈവിട്ടു പോയത് ഞാൻ തിരികെ കൊണ്ടുവരും സാർ. ശരി സാർ.